Hi my dears, this is Jeffrey and once again welcome back to my YouTube channel and you are watching me on Jeff and Joe Vlogs. Thank you so much for the immense support you have provided me in my previous videos. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് അതോടെ മൂവ് ഓൺ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ജെഫ്രി എന്നാണ്. ഞാനൊരു ന്യൂട്രീഷനിസ്റ്റ് ആണ്. പക്ഷേ ഈ ഒരു ചാനലിൽ കൂടെ ലൈഫ് സ്റ്റൈൽ ബ്യൂട്ടി വ്ളോഗ്സ് അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ഇൻ കേസ് എന്തെങ്കിലും ട്രാവലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫൺ ആയിട്ടുള്ള മൊമെൻറ്റ്സാണ് ഞാൻ കൂടുതലും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഈ ഒരു ചാനൽ ഇൻഫോർമേറ്റീവായിട്ടും യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ക്യൂട്ട് ഹോൾ വീഡിയോ ആണ്. നമ്മൾ ലാസ്റ്റ് ചെയ്തിരുന്ന ഒരു ഹോൾ വീഡിയോ ആയിരുന്നു, ഫ്ലിപ്കാർട്ട് ഹോളായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നൈക്ക ഹോളാണ്. നൈക്ക ഹോളിന് കൊടുത്തിട്ട് ഞാൻ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള അതർ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങിച്ച 1-2 പ്രോഡക്ട്സ് കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ നൈക്ക ബോക്സ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഇത് ഒരു പെയ്ഡ് പ്രൊമോഷൻ കൈൻഡ് ഓഫ് വീഡിയോയേ അല്ല. ഞാൻ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനങ്ങൾ, യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഐറ്റംസ് ഞാൻ നിങ്ങൾക്കൂടെ സജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നൈക്കയിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഗിഫ്റ്റ് ബോക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാൻ അത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ വീഡിയോയ്ക്കും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബോക്സ് ഓർഡർ ചെയ്തിട്ട് വരുത്തിയിരിക്കുന്നത്. എനിക്ക് ബോക്സ് വന്നപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായി. നമ്മൾ സാധാരണ നോർമൽ കാർട്ടൺ ബോക്സിനകത്താണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊരു ഗിഫ്റ്റ് ബോക്സ് ഒക്കെ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ബോക്സിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്ന് അതിനെ നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് വെലോസിയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ആക്ച്വലി ഇതൊരു ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ആണ് വരുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം. ബേസിക് തിങ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ ഷൂട്ട്സ്, പിന്നെ ഈ പറഞ്ഞ പോലെ ഹെയർ സ്റ്റൈലിങ് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹീറ്റ് ടൂൾസ് യൂസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും ഈ ഒരു പ്രോഡക്റ്റ്. ജസ്റ്റ് ഒരു റിവ്യൂ മാത്രമല്ല ഞാൻ പറയുന്നത്, ഞാനിത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ജെനുവിൻ ഒപ്പീനിയനോടെയാണ് പറയുന്നത്. ഇത് ആക്ച്വലി ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേപ്പ് സീഡ് ആൻഡ് ആർജിൻ ഓയിൽ ആണ് ഇതിൻ്റെ മെയിൻ കമ്പോണൻ്റ് ആയിട്ട് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് എന്താ പറയുന്നത്, ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് ടൂൾസ് യൂസ് ചെയ്യുമ്പോൾ വളരെ നല്ല എന്താ പറയുക പ്രൊട്ടക്ഷനാണ് നമ്മുടെ ഹെയറിന് കിട്ടുന്നത്. ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്തില്ല, ഇല്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഹെയർ നല്ല രീതിയിൽ ഡാമേജ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പം ഇത് യൂസ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. എനിക്കിത് നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇത് ശരിക്കും ഇതിൻ്റെ MRP വരുന്നത് 599 ആണ്. പക്ഷെ നമുക്ക് നല്ല ഓഫറിൽ കിട്ടുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നത് ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് എമൗണ്ട് ഞാൻ എന്തായാലും കൊടുക്കാം, ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഷാമ്പു ആണ്. ഈ ഒരു ഷാമ്പുവിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റലിജന്റ് കിഡ്സ് എന്നാണ് ഈ ഒരു ഷാമ്പുവിൻ്റെ പേര്. ഇത് ശരിക്കും നിങ്ങൾക്ക് മേ ബി വലിയ ഫെമിലിയർ ഒന്നും കാണത്തില്ലായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. ഇത് വന്നിട്ട് കിഡ്സിന് ആന്റി ഡാൻഡ്രഫ് ഷാമ്പു ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കിഡ്സിന്റെ പ്രോഡക്റ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ സേഫ് ആയിരിക്കും, പാരബൻ ഫ്രീ ആയിരിക്കും, കുറച്ചുകൂടെ എന്താ പറയുന്നത് കെമിക്കൽസ് കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. കാരണം അവർക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ആണ്. അപ്പം ഞാൻ ഓർത്തു ഇത് നമുക്ക് വാങ്ങിച്ച് ട്രൈ ചെയ്യാണ്. ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് പലർക്കും ഉള്ള പ്രശ്നമാണ് ഈ ഫ്ലേക്കി ഡാൻഡ്രഫ്. എനിക്ക് നല്ല രീതിയിൽ ഫ്ലേക്കി ഡാൻഡ്രഫ്സ് ഉണ്ട്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാനായിട്ട് എനിക്ക് ശരിക്കും നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഒരു 2-3 തവണയൊക്കെ ഞാനിത് ഉപയോഗിച്ചു. എനിക്ക് നല്ല സാധാരണയിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിന് സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ വന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഈ എന്താ പറയുന്നത് നല്ല ഒരു പതയുന്ന ഒരു എഫക്റ്റ് ഒക്കെ നമുക്ക് കിട്ടാറുണ്ടല്ലോ, അങ്ങനെയൊന്നും ഇല്ല. ഒരു മൈൽഡ് കൈൻഡ് ഓഫ് ഷാമ്പു നമുക്ക് പറയാൻ പറ്റും. നല്ല പ്രോഡക്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് വന്നിട്ട് ഇത് ഒരു ഷാമ്പു ആണ്. ഇത് സെബാമെഡ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഇത് ശരിക്കും സെബാമെഡ് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. ഈ ബേബി പ്രോഡക്ട്സിന് അത് കൂടുതലും യൂസ് ചെയ്യുന്നത് സെബാമെഡിന്റെ ആണ്. ഇത് പക്ഷെ ബേബീസിന് വേണ്ടിയിട്ടുള്ളതല്ല, വലിയ മുതിർന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ശരിക്കും ഇവർ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ ലോസിന് വേണ്ടിയിട്ടുള്ള ആന്റി ഹെയർ ലോസ് ഷാമ്പു ആണ്.
നല്ല രീതിയിൽ ഹെയർ ലോസ് ഉണ്ട് എനിക്കിപ്പോൾ ഈ ചൂടോട് കൂടിയതുകൊണ്ട്. അപ്പോൾ ലൈക്ക് ഞാനിതിപ്പോൾ കുറച്ചായി ട്രൈ ചെയ്യുന്നു, പക്ഷെ എനിക്ക് ഹെയർ ലോസ് ഒന്നും അങ്ങനെ കൺട്രോൾഡ് ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ കുറച്ചൊന്ന് ഡ്രൈനെസ് കൺട്രോൾഡ് ആയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഹെറിഡിറ്ററി ഹെയർ ലോസ് പ്രിവെന്റ് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്, നമുക്കറിയത്തില്ല. എനിവേ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തതുപോലെ തന്നെ അധികം ഫോമിങ് അല്ല, ലൈക്ക് മൈൽഡ് കൈൻഡ് ഓഫ് ഷാമ്പു ആണ്. പിന്നെ നമുക്ക് ഇത് ബേസിക് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു pH, നമ്മുടെ ഹെയറിന്റെ pH കൺട്രോൾഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം എനിവേ ലൈക്ക് ഇതൊന്ന് കുറച്ച് നാൾ ഞാൻ ഉപയോഗിച്ചിട്ട് ഇതിന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഞാൻ വാങ്ങിച്ച മറ്റൊരു ഷാമ്പു. ഇനി അടുത്തത് വന്നിട്ട് നമ്മുടെ ഒരു ഷീറ്റ് മാസ്ക് ആണ്. ഈ ഷീറ്റ് മാസ്ക് ശരിക്കും നിങ്ങൾ നൈക്കനൊക്കെ വാങ്ങിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അറിയാൻ പറ്റുമായിരിക്കും. ഇതൊരു കൊറിയൻ ഷീറ്റ് മാസ്ക് ആണ്. ലൈക്ക് ഞാൻ അങ്ങനെ ഷീറ്റ് മാസ്ക് ഒന്നും അങ്ങനെ അധികം ട്രൈ ചെയ്യാത്ത ആളാണ്. കാരണം എനിക്ക് ഈ ഷീറ്റ് മാസ്ക് ഒക്കെ ഇടുമ്പോൾ കുറച്ച് നേരം വെച്ചുകൊണ്ടിരിക്കാനുള്ള ആ ഒരു എന്താ പറയുന്നത്, ഒരു ക്ഷമ അല്ലെങ്കിൽ ആ ഒരു വെയിറ്റിംഗ് പീരീഡ് എനിക്ക് ഒട്ടും പറ്റത്തില്ല. കാരണം നമ്മൾ ഇതിട്ടിട്ട് കുറച്ചു നേരം മര്യാദയ്ക്ക് ഇരിക്കണം. അപ്പം ഞാൻ എനിക്ക് ഇത് ട്രൈ ചെയ്യുന്നതാണ്. ഞാനിത് ആക്ച്വലി പൈസ കൊടുത്ത് വാങ്ങിച്ചല്ല. കുറേ സാധനം ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് നൈക്ക കുറച്ച് ഫ്രീ ബീ തരുന്നതാണ്. അപ്പം എനിക്ക് ഫ്രീ ബീന്ന് കിട്ടിയതാണിത്. അപ്പം ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ബോക്സിനകത്ത് എന്താണ് ഉള്ളത് നോക്കാം. അടുത്ത ബോക്സിനകത്ത് കുറച്ചേറെ സാധനങ്ങളുണ്ട്. ഫസ്റ്റ് വൺ വന്നിട്ട് ഇത് ആക്ച്വലി ഞാൻ നൈക്കിൽ നിന്ന് ഓർഡർ ചെയ്തല്ല, ഇത് ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ പർപ്പിളിൽ നിന്ന് ഒരു കാര്യം ഷോപ്പ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അഡ്വർടൈസ്മെന്റ് കാണുന്നതാണ് ഈ ഡേം ഡോഗ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ 5% ഗ്ലൈക്കോളിക് ആസിഡ്. ഇത് ഞാൻ ജസ്റ്റ് 2 days മാത്രമാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് എനിക്കൊരു ജെന്യുവൻ റിവ്യൂ ഇതിന്റെ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് വന്നിട്ട് നമുക്കിപ്പം അൺഈവൻ സ്കിൻ ടോൺ, പ്രത്യേകിച്ച് അണ്ടർ ആം ഡാർക്ക്നെസ്, പിന്നെ നമ്മുടെ ഈ ഒരു നെക്ക് റീജിയണിലൊക്കെ ഇപ്പം ഡാർക്ക് പാച്ചസ് അല്ലെങ്കിൽ ഡാർക്ക്നെസ്, പ്രത്യേകിച്ച് നമുക്കറിയാം ഈ PCOD തൈറോയ്ഡ് ഒക്കെ ഉള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ഈ ഒരു ഡാർക്കനിങ് വളരെ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ വെയിറ്റ് ഒക്കെ ഗെയിൻ പെട്ടെന്ന് പുട്ട് ഓൺ ചെയ്ത ആളുകൾക്ക് സ്കിന്നിന്റെ ടോൺ വളരെ ഡിഫറെന്റ് ആയിരിക്കും വരുന്നത്. അപ്പം അതിന് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഒരിക്കലും ഫേസിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ല, ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ അതർ ബോഡി പാർട്സിൽ യൂസ് ചെയ്യേണ്ട പ്രോഡക്റ്റ് ആണ്. ഇത് 5% ഗ്ലൈക്കോളിക് ആസിഡ് ആണ്, കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്കിൻ ബ്രൈറ്റർ ആകുമെന്ന് വിചാരിച്ച് ഫേസിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. ഇത് ബേസിക്കലി ഇവർ അണ്ടർ ആം ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് വന്നിട്ട് ഇത് ന്യൂവ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് ആണ്. ന്യൂവ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലർ ആയിരിക്കും. ഇവർ ആക്ച്വലി ഈ സാനിറ്ററി നാപ്കിൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. അപ്പൊ ലൈക്ക് ഇവരുടെ ആക്ച്വലി ഇതൊരു പോർ ക്ലെൻസിങ് ഫേസ് വാഷ് ആണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓയിലി കൈൻഡ് ഓഫ് സ്കിന്നാണ്, വളരെ സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആക്നെ എൻ്റെ ഒരു കൂടപ്പുറപ്പ് പോലെ എപ്പോഴും എൻ്റെ കൂടുതൽ ആക്നെ കാണും. എപ്പോഴും എനിക്ക് സ്കിൻ റിലേറ്റഡ് കൺസേൺസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എനിക്ക് നോർമൽ ഫേസ് വാഷുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്ക് അത് കാരണം പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടാറില്ല. എൻ്റെ കണ്ടീഷൻ കുറച്ചുകൂടെ വേഴ്സ്റ്റ് ആക്കാറാണുള്ളത്. അപ്പം ഞാൻ കുറേ നാളുകളായിട്ട് സാലിസിലിക് ആസിഡ് കണ്ടന്റ് വരുന്ന ഫേസ് വാഷാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ സാലിസിലിക് ആസിഡ് ആണ്. അപ്പം നിങ്ങൾക്ക് സ്കിൻ റിലേറ്റഡ് കൺസേൺസ് ഉണ്ട്, ഇപ്പോൾ ഓയിലി സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് സാലിസിലിക് ആസിഡ് കണ്ടന്റ് ഉള്ള ഒരു ഫേസ് വാഷ് ഉപയോഗിക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഡീപ്പായിട്ട് തന്നെ പോർസ് ഒക്കെ ക്ലെൻസ് ഔട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. പിന്നെ ഇതിൽ വരുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് സാലിസിലിക് ആസിഡും പ്രീബയോട്ടിക്സും ഉണ്ട്. നമുക്കറിയാം നമ്മുടെ സ്കിന്നിൽ കൂടുതലും ആക്നെ, ഇവർ ആക്ച്വലി ആ ഒരു എന്താ പറയുന്നത് ഫീമെയിൽ ഹെൽത്ത് ഓറിയന്റഡ് പ്രോഡക്റ്റ് ആണ് ഇവർ മാനുഫാക്ചർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പാക്കിംഗ് ഈ ഒരു ബോക്സ് സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ, നമുക്ക് ഏതൊക്കെ പീരിയഡിലാണ് ആക്നെ കൂടുതലായിട്ട് ട്രിഗർ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ ഇവർ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് കൂടുതൽ ഇങ്ങനെ ഈ ഒരു പീരിയഡ്സിന്റെ ഒരു 1 week മുമ്പ് ആ ഒരു പീരിയഡ് ഓഫ് ടൈമിൽ നമ്മുടെ ഹോർമോൺസ്, അതായത് ഈ ടെസ്റ്റോസ്റ്റെറോൺ ഹോർമോൺസ് കൂടുതലായിട്ടും ഷൂട്ടപ്പ് ചെയ്യുന്ന ടൈമാണ്. ആ സമയത്താണ് കൂടുതൽ പുതിയ ആക്നേസ് നമുക്ക് വരുന്ന, പിമ്പിൾസ് ഒക്കെ ഇങ്ങനെ ഈ ഒരു ബസ്റ്റ് ഔട്ട് ചെയ്യുന്ന ഒരു പീരിയഡ് ഓഫ് ടൈമിംഗ് ആയിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന ഒരു മെൻസ്ട്രൽ പീരിയഡ് ഓഫ് ടൈമിങ്ങിൽ നമ്മുടെ പിമ്പിൾസ് ഒക്കെ കുറച്ചൊന്ന് ഒതുങ്ങുന്ന പീരിയഡ് ഓഫ് ടൈമാണ്. കൂടുതലായിട്ടും ഡ്രൈ ആവുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വന്ന പിമ്പിൾസ് ഒക്കെ
ഉണങ്ങാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പീരീഡ് ഓഫ് ടൈമിംഗ് ആയിരിക്കും. ആ സമയത്ത് ഈ ടെസ്റ്റോസ്റ്റെറോൺ ഹോർമോൺസ് ലെവൽസ് വളരെ ലോ ആയിരിക്കും. ആ സമയത്ത് നമ്മൾ സ്കിൻ കെയർ ഒക്കെ കുറച്ചൊന്ന് കാര്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഒരിക്കലും പിമ്പിൾസ് വരുന്നത് പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ അതൊരു ഹോർമോൺ റിലേറ്റഡ് തിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ബേസിക് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോർമോൺസ് കൺട്രോളിലാക്കുക. നമുക്ക് എക്സ്റ്റേണലി ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. കണ്ടീഷൻ വേഴ്സ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുക. ഇനി നിങ്ങളുടെ കണ്ടീഷൻ വളരെ സീരിയസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ ഒപ്പീനിയൻ എടുത്തിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ്. നിങ്ങളിപ്പോൾ ഒരു എന്താ പറയുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ സാലിസിലിക് ആസിഡ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. എനിക്കൊരു 1 week യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ പുതിയ പിമ്പിൾസ് ആക്നെ ഒന്നും വരുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. നല്ലപോലെ ഒന്ന് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോളിലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് വന്നിട്ട് ഒരു സൺസ്ക്രീൻ ആണ്. ഈ ഒരു സമയത്ത് വളരെ നമുക്ക് ഉപകാരപ്രദമാവുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. ഇത് വന്നിട്ട് നമ്മുടെ ലോട്ടസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ വൈറ്റമിൻ സിയോട് അടങ്ങിയിരിക്കുന്ന സൺസ്ക്രീൻ ആണ്. SPF 50 PA+++ ഒക്കെ ഉള്ള ഒരു സൺസ്ക്രീൻ ആണ്. ഇത് ഇങ്ങനെയാണ് വരുന്നത്. ആക്ച്വലി ഞാനിത് കുറെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലൈക്ക് ഇതൊരു എന്താ പറയുക, ഒരു മിൽക്കി കൈൻഡ് ഓഫ് സൺസ്ക്രീൻ എന്ന് പറയാൻ പറ്റും. അതർ സൺസ്ക്രീൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും വൈറ്റ് കാസ്റ്റ് കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ഇത് അങ്ങനെയൊന്നും ഇല്ല, നന്നായിട്ട് ബ്ലെൻഡ് ആവും. ഒരു ക്രീമി രീതിയിലാണ് ബ്ലെൻഡ് ചെയ്യുന്നത്, നന്നായിട്ട് ബ്ലെൻഡ് ആവും. നമുക്ക് ഫേസിൽ യൂസ് ചെയ്യാം. അധികം ഇങ്ങനെ ഓയിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓയിൽ സെക്രീഷൻ ഒന്നും ഫീൽ ചെയ്തില്ല. ലൈറ്റ് വെയിറ്റ് ആണ്, കംഫർട്ടബിൾ ആണ്. അപ്പൊ ഇതാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ മെയിൻ കാര്യങ്ങൾ. പിന്നെ വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് സ്കിൻ ലൈറ്റനിങ്ങിനും ബ്രൈറ്റനിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് വന്നിട്ട് നമ്മുടെ ഇപ്പം ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് ഒക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറെ ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഹൈ പെർഫോമൻസ് ഫൗണ്ടേഷൻ ബൈ സ്വിസ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് ഇത് ഷെയ്ഡ് വരുന്നത് 03 ആണ്. ഞാൻ ആക്ച്വലി കുറച്ചൊരു ഡാർക്കർ ആയിട്ടുള്ള തിങ്ങാണെന്ന് വിചാരിച്ചാണ് വാങ്ങിച്ചത്. പക്ഷെ എനിക്ക് വന്നപ്പോൾ ഇത് കുറച്ച് ലൈറ്റർ ആയിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. ഇത് വന്നിട്ട് ഭയങ്കരമായിട്ടും എന്താ പറയുക ലൈറ്റ് ആണെന്ന് തന്നെ പറയാൻ പറ്റും. ഇത് തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പുട്ടി അടിച്ച ഫീൽ ഉറപ്പായിട്ടും തരും. അപ്പൊ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡാർക്ക് കൈൻഡ് ഓഫ് ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ അതിനൊപ്പം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നന്നായിട്ട് നല്ല കവറേജ് ഉണ്ട്, ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷെ ഈ കളർ ഷെയ്ഡ് വന്നിട്ട് നമ്മൾ ഓൺലൈനിൽ കാണുന്ന പോലെ അല്ല നമുക്ക് വരുമ്പോൾ കിട്ടുന്നത്. പിന്നെ ഇത് ഒരു അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് കീപ്പ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. കാരണം ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ വരുന്നുണ്ട്. ഇതിന്റെ MRP വന്നിട്ട് 429 ആണ്. പക്ഷെ നൈക്കയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല നല്ല ഓഫേഴ്സിൽ മിക്കപ്പോഴും ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നതാണ്. പിന്നെ അടുത്തത് വന്നിട്ട് നമ്മുടെ ഒരു കോജിക് ആസിഡ് ആണ്. കോജിക് ആസിഡ് ആക്ച്വലി ഞാൻ കുറേ നാളുകളായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ ഈ പിമ്പിൾസ് ആക്നെ എൻ്റെ ഒരു കൂടപ്പുറപ്പായിട്ട് എന്നും ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ മുഖത്ത് നിൽക്കപ്പോഴും ഇങ്ങനെ കറുത്ത പാടുകൾ, ഈ പിമ്പിൾസ് വന്നിട്ട് അതിൻ്റെ ഒരു ലൈക്ക് ആഫ്റ്റർ കോഴ്സ് എന്നൊക്കെ പറഞ്ഞതുപോലെ വരുന്ന ഈ മാർക്സും പിമ്പിൾസും എനിക്ക് സ്ഥിരമായിട്ടുണ്ട്. അപ്പോൾ ഇത് പോകാനായിട്ട് ഞാൻ കുറേ നാളുകളായിട്ട് യൂസ് ചെയ്യുന്നതാണ് കോജിക് ആസിഡ്. അപ്പം എനിക്കൊരു ഡെർമറ്റോളജിസ്റ്റ് തന്നൊരു കോജിക് ആസിഡ് ആയിരുന്നു, ഒരു ക്രീമായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പം ഞാൻ കുറേ കാലം ഉപയോഗിച്ച് എനിക്ക് അതങ്ങ് ബോറടിച്ച് തുടങ്ങി. അപ്പം ഞാൻ ഓർത്തൊന്ന് കുറച്ചൊന്ന് ചേഞ്ച് ചെയ്താലോ, ഒന്ന് മറ്റൊരു ബ്രാൻഡിലോട്ടൊന്ന് ചേഞ്ച് ചെയ്താലോ, സ്വിച്ച് ചെയ്താലോ എന്നുള്ള ഇതിൽ ഞാൻ അങ്ങനെ ഒന്ന് മാറ്റി ട്രൈ ചെയ്തതാണ്. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത ബ്രാൻഡാണ് ബെല്ല റോസ്റ്റി. അപ്പൊ ലൈക്ക് ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2% കോജിക് ആൻഡ് ആർബിറ്റി എന്ന് പറയുന്ന കമ്പോണന്റ് ആണ് വരുന്നത്. 2 സ്കിൻ ലൈറ്റനിങ്ങിന് യൂസ് ചെയ്യുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. ഇത് ശരിക്കും ആന്റി ഓക്സിഡൻസ് പ്രസന്റഡ് ആണ്. പിന്നെ നമ്മുടെ സെൽസിനെയൊക്കെ റിജുവിനേറ്റ് ചെയ്യാനായിട്ട്, പിന്നെ സ്കിൻ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, പിന്നെ നമ്മുടെ സെബൻ പ്രൊഡക്ഷൻ കൺട്രോൾ ആണ്, ഇൻഫ്ലമേഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട്, ആക്നെ കൺട്രോൾ ചെയ്യാൻ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ട്. അപ്പൊ ഞാനിത് യൂസ് ചെയ്തായിരുന്നു. ലൈക്ക് ഒത്തിരി തവണ ഒന്നും ഉപയോഗിച്ചില്ല, ജസ്റ്റ് കിട്ടിയതേ ഉള്ളൂ. ഒരു 2 to 3 times ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ സിറംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മൾ ഓവറായിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ യൂസ് ചെയ്തിട്ട് 2 to 3 drops ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നെങ്കിൽ നമുക്ക് നൈറ്റ് അല്ലെങ്കിൽ മോർണിംഗ്, അതായത് നമ്മുടെ PM അല്ലെങ്കിൽ AM റുട്ടീൻ്റെ ഒപ്പം ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ സിറംസ് യൂസ് ചെയ്യുമ്പോൾ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് ആ സിറംസ് ലോക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മളിത് ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും കിട്ടത്തില്ല. ഇനി അടുത്തത് വന്നിട്ട് കുറച്ച് ലിപ്സ്റ്റിക്സ് ആണ്. ഇതിന്റെ ഷെയ്ഡ്സ് ഞാൻ എന്താ പറയുന്നത് അപ്ലൈ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇത് നമുക്കിപ്പം ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. ബ്ലൂ ഹെവന്റെ ഇൻസ്റ്റന്റ് മാറ്റ് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്.
ഇത് ആക്ച്വലി ഒരു മാറ്റ് കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക് ആണ്. ഇതാണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത്. നമ്മൾ നെറ്റിൽ കാണുന്ന എക്സാക്ട് ഷെയ്ഡ് അല്ല നമുക്ക് കിട്ടുന്നത്, ബിക്കോസ് അതിനത് കുറച്ചുകൂടി ഡാർക്കർ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് കിട്ടിയപ്പോൾ ഒരു ന്യൂഡ് ബ്രൗൺ കൈൻഡ് ഓഫ് തിങ് ആണ്. പക്ഷെ ഇത് നല്ല അടിപൊളിയാണ്. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മഡ്ജ് ആകും, പിന്നെ ഈ പറഞ്ഞ പോലെ ലോങ് ലാസ്റ്റിംഗ് അല്ല. ഇത് ഭയങ്കര ഓഫറിൽ നമുക്കൊരു 100 റേഞ്ചിലൊക്കെ കിട്ടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്താൽ മതി. പക്ഷെ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഇനി അടുത്തത് വന്നിട്ട് മിസ് ക്ലെയർ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു ലിപ് ഗ്ലോസ് ആണ്, അല്ലെങ്കിൽ ഒരു ലിപ് ടിൻറ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചാണ് വാങ്ങിച്ചത്. പക്ഷെ എനിക്ക് കിട്ടിയപ്പോഴത്തേക്കും ഇതിന്റെ ആ ഒരു ബ്രഷ് ഒടിഞ്ഞിട്ടാണ്, ഇതിനുള്ളിൽ ഒടിഞ്ഞിരിപ്പുണ്ട്. അപ്പം നമ്മൾ ഇത് വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ലൈക്ക് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 85-100 ബിലോ റേഞ്ചിലാണ് നമുക്ക് ഇത് കിട്ടുന്നത്. പക്ഷെ ഈ പ്രോഡക്റ്റ് നല്ല അടിപൊളിയാണ്. പക്ഷെ ഈ ബ്രഷ് ഇല്ലാതെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്കിത് റിട്ടേൺ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും ഇതിൽ അവൈലബിൾ അല്ല താനും. ഇനി അടുത്ത് വന്നിട്ട് ബയോട്ടിക്കിന്റെ ഒരു പുതിയ ലിപ്സ്റ്റിക് ആണ്. ഇത് നിങ്ങളിലെ പല ആളുകളും കണ്ടിട്ട് കാണുമായിരിക്കും. ഇത് എനിക്ക് ട്രൈ ചെയ്യണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ കുറേ പ്ലാറ്റ്ഫോമിൽ നോക്കി, പക്ഷേ എല്ലായിടത്തും നല്ല എമൗണ്ട് കൂടുതൽ അല്ലെങ്കിൽ ഒരു കോംബോ ആയിട്ടൊക്കെ പറ്റത്തുള്ളായിരുന്നു. പക്ഷെ നൈക്കയിൽ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. ഇത് നല്ലൊരു എന്താ പറയുന്ന ഒരു ബ്രൗൺ കൈൻഡ് ഓഫ് തിങ് ആണ്. പക്ഷെ ഇതൊരു ഗ്ലോസി തിങ് ആണ്, നല്ല ടിൻറ്റഡ് ആണ്, സ്മഡ്ജ് ആകും. പിന്നെ നമ്മൾ സാധാ ലിപ്സ്റ്റിക് ഇടുന്നത് പോലെ നോർമലി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഓവറായി പോകും. വളരെ ലൈറ്റ് ആയിട്ട് ഇടുക. ഒന്ന് ഈ ലിപ്സ്റ്റിക്കായിട്ട് സെറ്റായി വരണം കുറച്ച് സമയം എടുക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. പ്രത്യേകിച്ച് ഈ ബയോട്ടിക്കിന്റെ ഈ ഒരു ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമ്മൾ ഈ വാസലിനൊക്കെ തേക്കുമ്പോൾ വരുന്നൊരു എഫക്റ്റ് ഉണ്ടല്ലോ, നല്ലപോലെ നമ്മുടെ സ്കിന്ന് നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ അതിൻ്റെ ഒരു സൂത്തിങ് സ്മെല്ല് അതും നല്ല അടിപൊളിയാണ്. പിന്നെ അടുത്തത് വന്നിട്ട് നമുക്കൊരു മിസ് ക്ലെയറിന്റെ തന്നെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് വന്നിട്ട് ഒരു ഷെയ്ഡ് 350 എന്ന് പറയുന്നതാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൊട്ട ലിപ്സ്റ്റിക് എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇത് വാങ്ങിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് ഞാൻ ഓർഡർ ചെയ്ത ഒരു ബ്രൗൺ കൈൻഡ് ഓഫ് തിങ് ആണ്. പക്ഷെ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു പന്ന റെഡ് എന്ന് പറയാൻ പറ്റും. ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്മഡ്ജ് ആകും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോൾ ഇത് വല്ല ലിപ് ലൈനറൊക്കെ എടുത്തിട്ടിട്ടാൽ മേബി ചിലപ്പോൾ കൊള്ളാമായിരിക്കും. പക്ഷെ ഇതൊന്നും നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല, റീഫണ്ട് മാത്രമാണ്. ഇവൻ നമുക്ക് റീഫണ്ട് ചെയ്താൽ തന്നെ ഫുൾ എമൗണ്ട് കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ മേക്കപ്പ് പ്രോഡക്ട്സ് പ്രത്യേകിച്ച് ലിപ്സ്റ്റിക്സ് വാങ്ങിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് റിവ്യൂസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ പ്രോഡക്ട്സ്. ലിപ്സ്റ്റിക്കിന്റെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സൈഡിൽ കൊടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് തന്നെ പർച്ചേസ് ചെയ്യുക. പിന്നെ ഈ ഒരു സമ്മർ പീരിയഡ് ഓഫ് ടൈമിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട. താങ്ക്